ഒരു 3 മാസം മുമ്പ് ഒരു പുലി ഈ റബ്ബറിന്റെ കവരയിൽ ഇരിക്കുമായിരുന്നു. റബ്ബർ വെട്ടുകാരൻ ചെന്ന് ലൈറ്റ് അടിച്ച കണ്ടപ്പോൾ ഇവനെടുത്ത് അടി. ഇവന്റെ കഴുത്തിനാ വീണമെന്നുണ്ടെങ്കിൽ അവന്റെ കാര്യം പോക്കല്ല. അതിന്റെ തള്ളയാടിനെയാണ് പിടിച്ചോണ്ട് പോയത്. ഞാൻ ഈ 3 കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുമായിരുന്നു? 1/4 ഭാഗം തിന്നു. ഒരു 1.5 കിണ്ടലുള്ളൊരു പോത്ത്, അതിന്റെ 1/4 ഭാഗം തിന്നിട്ടിട്ട് ബാക്കി അവിടെ കിടക്കും. ക്യാമറ വെച്ച് ക്യാമറയിലൊന്നും കിട്ടിയില്ല, കൂട് വെച്ചു, കൂടിലൊന്നും കണ്ടില്ല. അപ്പോൾ പുലിയാണോ എന്ന് ഉള്ള സംശയത്തിൽ അങ്ങനെ നിൽക്കുന്നു. നഷ്ടം കൊടുക്കാമെന്നൊക്കെ പറയുന്നു, പക്ഷെ 10 പൈസ പോലും കിട്ടിയിട്ടില്ല. അതിന്റെ കാരണം വെച്ചാൽ അതിനും വിശന്നിട്ടാണ്. ഈ തെരുവുനായ്ക്കളെ പിടിച്ചിട്ട് ഓരോ പഞ്ചായത്ത് തോറും തെരുവുനായ്ക്കളെ വളർത്തിയിട്ട് ഈ കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ നമുക്ക് റേഷൻ തരുന്ന പോലെ ഇതിന്റെ എണ്ണം അനുസരിച്ച് ഈ തെരുവുനായ്ക്കളെ പിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ ആന ഇറങ്ങുന്നുണ്ട്. വയനാട്ടിൽ 10,000 ഏക്കർ സ്ഥലത്താണ് പാഴ്മരം വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും മേലാത്ത അവസ്ഥയാണ്, പുറത്തിറങ്ങാൻ പേടിയാ. 1 മണിയായപ്പോഴത്തേനും പട്ടികര വല്ലാതെ കേട്ടു. അപ്പം ഏറ്റു നോക്കുമ്പോൾ അതിന്റെ പകുതി മുക്കാലും തിന്നിട്ട് അതിന്റെ തലയും 2 കൈയും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിടിച്ചു വെക്കണമെങ്കിൽ വലിയ മേലാളന്മാരെ മാത്രം ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർ വാച്ചർമാരെന്ന് പറയുന്നത് ചില ആളുകളെ ഇങ്ങനെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വിടും. ഇതല്ലേ ഇവർ ചെയ്യുന്നുള്ളൂ. ഇവർക്ക് ശമ്പളത്തിന് എന്തെങ്കിലും കുറവ് വരുത്താൻ കഴിയുമോ? ഇവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. എത്ര പേര് ശമ്പളം വാങ്ങുന്നുണ്ട്? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ആരെ നന്നാക്കാനായി? നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പൊയ്യമല എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച വെളുപ്പിന് ഈ ഒരു പ്രദേശത്ത് ഒരു വീട്ടിലെ ഒരു കർഷകന്റെ ആടിനെ പുലി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പുലിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഏതായാലും ഇന്നലെ പണിമുടക്കും കാര്യങ്ങളോ ഏതായാലും നമുക്കിവിടെ എത്താനായിട്ട് സാധിച്ചില്ല. ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആടിനെ പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചു. ഇന്ന് വെളുപ്പിന്, അതായത് ഇന്ന് വെള്ളിയാഴ്ച വെളുപ്പിന്, ഞാനിപ്പോൾ രാവിലെ 8 മണിയായപ്പോഴാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് വെളുപ്പിനും ബാക്കി, അതായത് ഇന്നലെ ഭക്ഷിച്ചിട്ടതിൻ്റെ ബാക്കി ഭാഗം ആടിൻ്റെ കൊണ്ടുപോയി എന്നൊക്കെയാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത് കേട്ടോ. ഏതായാലും ഈ പൊയ്യമല പ്രദേശത്തെ പുലിശല്യവും കടുവാശല്യവും ഒന്നും പുതിയ സംഭവമൊന്നുമല്ല. നമ്മൾ തന്നെ ഈ അടുത്തുള്ള കുറച്ച് നാളുകൾക്ക് മുന്നേയൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് പുലിയുടെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല പല സമയത്തും കടുവയുടെയും സാന്നിധ്യം ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ പല വീഡിയോകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ വളർത്തു മൃഗങ്ങളൊക്കെയുള്ള ആളുകളൊക്കെ വലിയ ഭീതിയിലാണ്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. മറ്റേ ആ ഒരാടിനെ പിടിച്ചതുകൊണ്ട് തന്നെ ഈ ബാക്കി ആടുകളൊക്കെ വളരെ പേടിയിലാണ്. ഇവിടെ കിടന്ന് വലിയ കാർച്ചയും ബഹളമൊക്കെ നമുക്ക് ഇവിടെ കേൾക്കാനായിട്ടും പറ്റും. ഇതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. റബ്ബർ തോട്ടമാണ് മുഴുവനും. ഈ ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് വീട്ടുകാരോട് തന്നെ ചോദിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് പാപ്പച്ചൻ. ഇന്നലെ എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നേ? ഇന്നലെ രാത്രി, ഇന്നലെ അല്ല, മിനിങ്ങാന്ന് രാത്രി ഏകദേശം 12:30 സംഭവം നടന്നപ്പോൾ, അതായത് വ്യാഴാഴ്ച. എന്നിട്ട് രാവിലെ ആയപ്പോഴാണ് അറിഞ്ഞേ? അല്ല, 1 മണിയായപ്പോഴത്തേനും പട്ടികര വല്ലാതെ കേട്ടു. അപ്പം ഏറ്റു നോക്കുമ്പോൾ ഇതിങ്ങനെ ആട് ഇങ്ങനെ. എന്താവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്? അതിൻ്റെ പകുതി മുക്കാലും തിന്നിട്ട് അതിൻ്റെ തലയും 2 കൈയും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഓഹോ. എന്നിട്ട് ഇന്നലെ രാത്രി തന്നെ കുറച്ചാരെ അറിയിച്ചതെയോ? രാത്രി ആരെ അറിയിച്ചില്ല. ഒരു 5 മണി ആയപ്പോഴത്തേനും തൊട്ടടുത്തുള്ള ഈ റബ്ബർ വെട്ടുകാരോടെല്ലാം പറഞ്ഞു, പുലി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ നേരം വെളുത്തിട്ട് റബ്ബർ വെട്ടാൻ പോകാവുള്ളൂ. അങ്ങനെ കുറച്ചാരെ രാവിലെ വന്നു. എത്ര മണിയായപ്പോൾ വന്നേ? ഫോറസ്റ്റർമാർ 7-8 മണി ആയപ്പോഴത്തേനും വന്നു അല്ലേ? 8 മണിയല്ല, അവർ 7:30 ആയപ്പോഴത്തേനും തന്നെ. അവരെന്താ പറഞ്ഞേ വന്നിട്ട് കണ്ട്? അവർ വന്നിട്ട് ഇത് ചെന്നായാണോന്ന് സംശയമുണ്ട്, ഇതിൻ്റെ കാൽപ്പാടൊക്കെ നോക്കിയിട്ട് പുലിയാണെന്ന് വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം ലാസ്റ്റ് ഇത് ചിലപ്പോൾ പുലിയായിരിക്കും എന്ന് പറഞ്ഞു പോയി. ആണല്ലേ? ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടല്ലേ? ഇതിനു മുന്നേ ഒരു പോത്തിനെയൊക്കെ? ഇതിനു മുമ്പ് ഒരു പോത്തിനെ പിടിച്ചത് അവിടെ. അത് ഇവിടുന്ന് കുറച്ച് അധികം ദൂരമൊന്നും ഇല്ലല്ലോ? ഇല്ല, 1 കിലോമീറ്റർ ആണോ അല്ലേ? ഉള്ളൂ അല്ലേ? എവിടെ കൂടെന്ന് കാണിച്ചു തരാമോ? മുഴുത്ത ആടിനെയാണോ പിടിച്ചേ? അല്ല, ആട്ടിൻകുട്ടി തന്നെയാണ് പിടിച്ചത്. ഇങ്ങനെയാണ് പിടിച്ചത്? 2 മാസം പ്രായമായ ആട്ടിൻകുട്ടി.
ഇത് ആട്ടുംകൂട്? ആ, ഇത് ആട്ടുംകൂട്. നല്ല ബന്ധസായ ആട്ടുംകൂട്. ചെറുപ്പമുള്ള ആട്ടുംകൂട് തന്നെയാണ് കേട്ടോ. ഇല്ലാന്നല്ലേ? എവിടെ കിടന്നേ? ആ, ഇത് ഈ നടുക്ക കെട്ടിയിരുന്നു. ആ, ഇതാണ് അതിന്റെ കയറ്. ആ, അത് നടുക്കായിരുന്നു കിടന്നപ്പോ നടുക്കുന്നു അതിനെ കടിച്ചോണ്ടില്ല ചാടി. ആ ബ്ലഡ് കണ്ടോ? ആ, ചോരപ്പാട് കിടക്കുന്നല്ലേ? ഇവിടെ ഇങ്ങനെ തൂങ്ങിയാ കിടന്നല്ലേ? ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. കയറ് കിട്ടിയില്ല. അവര് ലൈറ്റ് ഇട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നേനെ. ആണല്ലേ? ഇതാ അതിന്റെ കാൽപ്പാട്. അതിന്റെ കാൽപ്പാട് കണ്ടോ? കേട്ടോ കാൽപ്പാട്. എന്തായാലും ഒരു വന്യജീവിയാണ്. അതെ അതെ അതെ, അതുറപ്പ്. പിന്നെ എന്താണെന്നുള്ളത് ഇപ്പൊ ക്യാമറയിൽ കിട്ടുമായിരുന്നു. ക്യാമറ എവിടെ വെച്ചേക്കുന്നത്? ക്യാമറ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വന്നാലേ ഇപ്പം ക്യാമറ ചെക്ക് ചെയ്തിട്ട് എന്താണെന്നുള്ളത് കിട്ടുള്ളൂ അല്ലേ? പറ്റത്തുള്ളൂ. ഇന്ന് കിട്ടുമായിരിക്കും ക്യാമറയിൽ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോസഫ്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഇങ്ങനത്തെ വന്യമൃഗ ശല്യം ഒത്തിരി ഈ പ്രദേശത്ത് വന്യമൃഗത്തിൻ്റെ ശല്യങ്ങൾ രൂക്ഷമായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇവിടെ ഇപ്പോൾ എല്ലാം കൃഷി മേഖലയാണ്. കർഷകരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. അപ്പോൾ കന്നുകാലി വളർത്തിയും കോഴി വളർത്തിയും അങ്ങനെ ഓരോരോ മൃഗങ്ങളെയൊക്കെ വളർത്തി കൃഷി ചെയ്തുമൊക്കെയാണ് ഇവിടുത്തെ ജീവിതമാർഗ്ഗങ്ങൾ ഉപജീവനം നടത്തിക്കൊണ്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും മേലാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങാൻ പേടിയാണ്. കാരണം ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഒരു പുലി ഈ റബ്ബറിൻ്റെ കവരയിലിരിക്കുമായിരുന്നു. റബ്ബർ വെട്ടുകാരൻ ചെന്ന് ലൈറ്റ് അടിച്ച് കണ്ടപ്പോൾ ഇവനെടുത്ത് അടി. ഇവൻ്റെ കഴുത്തിനാ വീണതെന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോക്കല്ലേ. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടുകയാണ്. പിന്നെ കഴിഞ്ഞ 2 ആഴ്ചയായുള്ള ഒരു പോത്തിനെ പിടിച്ച് 3/4 ഭാഗം തിന്നു. ഒരു 1.5 കിണ്ടലുള്ളൊരു പോത്ത്. അതിൻ്റെ 3/4 ഭാഗം തിന്നിട്ടിട്ട് ബാക്കി അവിടെ കിടന്നു. ക്യാമറ വെച്ച് ക്യാമറയിലൊന്നും കിട്ടിയില്ല. കൂട് വെച്ചു, കൂടിലൊന്നും കണ്ടില്ല. അപ്പോൾ പുലിയാണോ എന്ന് ഉള്ള സംശയത്തിൽ അങ്ങനെ നിൽക്കുന്നു. നഷ്ടം കൊടുക്കാമെന്നൊക്കെ പറയുന്നു. പക്ഷേ 10 പൈസ പോലും കിട്ടിയിട്ടില്ല. അതുപോലെ ഇവരുടെ നഷ്ടപരിഹാരം എന്തോ പോത്തിന്റെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവരൊന്നും കൊടുത്തിട്ടില്ല. കൊടുക്കാമെന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. വാക്കാനുള്ളതാണോ എന്ന് അറിയത്തില്ല. കാറ്റിൽ പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ നടക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം 2 പേർക്കും പ്രായാധിക്യമുള്ളവരാണ്. ഒരു 70-80 വയസ്സൊക്കെ ഉള്ളവരാ. അപ്പോൾ അവര് 2 പേരും മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത്. അവരിങ്ങനെ ഓരോരോ പണികളൊക്കെ എടുത്ത് പശുക്കളെ വളർത്തി. ഈയിടെ തന്നെ ഒരു പോത്തുണ്ടായിരുന്നു. പോത്തിനെ വിറ്റ് തലേ ദിവസമാണ് ഈ മിനിഞ്ഞാന്നല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പോത്തിനെ വിറ്റത്. ബുധനാഴ്ച അപ്പോൾ പോത്തിനെ വിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാതെ ഇവർക്ക് ഇരിക്കത്തില്ല. 3 ആട്ടുംകുട്ടികളെയും ഒരു തള്ളയാടിനെയും കൂടെ ഇവർ വാങ്ങിച്ചു. വ്യാഴാഴ്ച അന്ന് രാത്രി അതെ വ്യാഴാഴ്ച രാത്രി ഈ ആട്ടുംകുട്ടീനെ ഈ മൃഗം പിടിച്ചു, വന്യമൃഗം പിടിച്ചു. ബുധനാഴ്ച രാത്രി അപ്പൊ കൊണ്ടുവന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിടിച്ചു ഇതിനെ. അപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ. ഇതിനെന്തെങ്കിലും ഒരു നടപടി കാര്യമായ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ജനം പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ടി വരും. വലിയ ക്ഷുഭിതരാകും. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിലാവത്ത് അഴിച്ചുവിട്ട കോഴി തപ്പി നടക്കുന്ന പോലെ നടക്കുകയാണ് ജനങ്ങൾ. അപ്പുറം പറഞ്ഞു ഇപ്പുറവും പറഞ്ഞു, അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു, ഇങ്ങനെ സമാധാനിക്കുന്നു. ഭക്ഷണം അവരുടെ ഉപജീവനത്തിന് മാർഗമില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കൂട് വെക്കുവാണെങ്കിൽ സാധനത്തിന് കിട്ടിയാനല്ലേ? ഇന്നലെ കൂട് വെച്ചെങ്കിൽ കിട്ടിയ. അപ്പം കൂടിന് ഇപ്പം നിയമം അങ്ങനെയാണ് നടക്കുന്നത്. കൂടിന് ക്യാമറയിൽ ഇത് കണ്ടതിന് ശേഷം ക്യാമറയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഓർഡർ വന്നാലേ കൂട് വെക്കത്തുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഭയങ്കര നിയമങ്ങളുണ്ട്. അതിന്റെ നിയമങ്ങൾ എവിടെ എത്തിയെന്ന് നോക്കിയാൽ വഴുതക്കാട് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം ആസ്ഥാനം മുതൽ ഇങ്ങോട്ട് ഇവിടെ വരെ എത്തി ഒരു കൂട് വെക്കുന്നതിന്. പക്ഷെ നമ്മളെ പിടിക്കുന്നതിനോ കൊല്ലുന്നതിനോ നമ്മുടെ മുതൽ നശിപ്പിക്കുന്നതിനോ ഒരു നിയമവും ഇല്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇവിടെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ അവകാശമില്ലേ? ഇതൊന്നാമത് എന്നാ വെച്ചാൽ ഈ പുലി വന്ന ആടിനെ പിടിച്ചത് അതിന്റെ കാരണം വെച്ചാൽ അതിനും വിശന്നിട്ടാണ്. ഈ തെരുവുനായ്ക്കളെ പിടിച്ചിട്ട് ഓരോ പഞ്ചായത്ത് തോറും തെരുവുനായ്ക്കളെ വളർത്തിയിട്ട് ഈ കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ നമുക്ക് റേഷൻ തരുന്ന പോലെ ഇതിന്റെ എണ്ണം അനുസരിച്ച് ഈ തെരുവുനായ്ക്കളെ പിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കൊന്നൊന്നും ആവുകയില്ല അല്ലേ? അതേപോലെ തന്നെ ഈ ആന ഇറങ്ങുന്നുണ്ട്. വയനാട്ടിൽ 10,000 ഏക്കർ സ്ഥലത്താണ് ഈ വാഴമരം വെച്ച് പിടിപ്പിച്ചേക്കുന്നത്.
തേക്ക് പോലുമല്ല, വെറും പാഴ്മരം പിടിപ്പിച്ചേക്കുമായി. ആ നേരത്ത് പന വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ ആനയ്ക്ക് കൊടുക്കാമായിരുന്നു. ഈ 2-3 ജില്ലയ്ക്കുള്ള ആനകൾക്ക് തീറ്റയായാലും. ആ, ഒരു പരിഹാരമാർഗം കാണാതെ ചുമ്മാ വെറുതെ ഇതിനെ ഒന്നും നശിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ല, അതുമാത്രമല്ല, നമ്മൾ വളർത്തുന്ന ഒരു വളർത്തുമൃഗം നമ്മുടെ ആധീനതയിൽ നമ്മുടെ കസ്റ്റഡിയിലാണ് നിൽക്കേണ്ടത്. വനം വകുപ്പ് എന്നുള്ള ഒരു വകുപ്പ് എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ വനം സംരക്ഷിക്കുക, മരം സംരക്ഷിക്കുക, അവരുടെ ഭൂമി സംരക്ഷിക്കുക, അവരുടെ മൃഗങ്ങളെ സംരക്ഷിക്കുക, ഇതാണ് അവരുടെ ഉത്തരവാദിത്വം. അത് അവരുടെ കോമ്പൗണ്ടിൽ നിൽക്കണം. പുറത്തിറങ്ങിയാൽ അതിനെ കൊല്ലാനുള്ള അധികാരം കർഷകർക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കർഷകർ അത് കയ്യിലടക്കേണ്ടി വരും. അത് അവർ നടപ്പാക്കേണ്ടി വരും. അപ്പോൾ കർഷകർക്ക് ഗതിമുട്ടി നിൽക്കുകയാണ്. അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ കർഷകരെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു മാറ്റങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പൊളിച്ചെടുത്ത് ഒരു തിരുത്ത് ഉണ്ടായേ പറ്റുള്ളൂ. വനം വകുപ്പിൽ കൊല്ലുന്നതല്ല, കൊന്നാലൊന്നും ഇത് തീരെയല്ല. അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുങ്ങൾക്ക് തീറ്റയായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അല്ല, വനം വകുപ്പിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ശമ്പളം പറ്റുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാർ വനം വകുപ്പിൽ ശമ്പളം പറ്റുന്നവരുണ്ട്. ഇവരിൽ ആരെങ്കിലും വനത്തിൻ്റെ സൈഡിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? ഇവരെല്ലാം ജീവിക്കുന്നത് വലിയ വലിയ ടൗണിൽ, പിന്നെ കണ്ണൂർ മെട്രോ സിറ്റികളിൽ, കണ്ണൂർ അതുപോലെ കോഴിക്കോട് അങ്ങനെയുള്ള വലിയ വലിയ ടൗണുകളിൽ മാത്രമാണ് ഇതിലെ മേലാളന്മാർ ജീവിക്കുന്നത്. താഴെയുള്ളവരെ ഹൈവേയുടെ സൈഡിലാണ് അവർ ജീവിക്കുന്നത്. ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർ വാച്ചർമാരെന്ന് പറയുന്നത് ചില ആളുകളെ ഇങ്ങനെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വിടും. ഇതല്ലേ ഇവർ ചെയ്യുന്നുള്ളൂ. ഇവർക്ക് ശമ്പളത്തിന് എന്തെങ്കിലും കുറവ് വരുത്താൻ കഴിയുമോ? ഇവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. എത്ര പേര് ശമ്പളം വാങ്ങുന്നുണ്ട്? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ആരെ നന്നാക്കാനാണ് ഇത്? അതിന് പ്രവർത്തിക്കാനായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളുകൾ തലപ്പുറത്ത് നിന്നിട്ട് വിവരവും വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകൾ ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് ഇതിനൊരു പൊളിച്ചെഴുത്തുണ്ടായി ഉണ്ടാക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇതിപ്പോൾ രാവിലെ ഫോറസ്റ്റുകാരെ അറിയിച്ചോ ഇതിനെ കൊണ്ടുപോയെന്നുള്ളത്? അറിയിച്ചു. അവരെന്താ പറഞ്ഞേ? അത് വരുമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചായിരുന്നോ? പ്രസിഡന്റ് വിളിച്ചായിരുന്നോ? പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞായിരുന്നു ഫോറസ്റ്റുകാരോട് പറയണം. അവർ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും അത് ക്യാമറ ഒന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം. ശരിക്കും കേരളം പഞ്ചായത്ത് തന്നെയല്ലേ ഇത്? കൊട്ടിയൂർ പഞ്ചായത്താണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ബോട്ടിൽ ഇവിടെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലായിരുന്നു ഒരു ആടിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നു. ആട് ഇങ്ങനെ ഇങ്ങോട്ട് തലയവിടെ ആ കയറ് കണ്ടോ? ആ കയറ് അതിൻ്റെ തലയിലുള്ള കയറാണ് കഴുത്തേലുള്ളത്. അതിനെ വലിച്ചിട്ടിട്ട് അതിൻ്റെ പുറകു മുതൽ തിന്ന് കൈയുടെ അടുത്ത് വരെ തിന്നു. ഇവിടെയായിരുന്നു കിടന്നത്. ഫുള്ളായിട്ട് തിന്നു. അപ്പോൾ ഇവിടെ ബ്ലഡ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കാൽപ്പാട്, ബ്ലഡിൽ മുങ്ങിയ കാൽപ്പാടാണ് ഇപ്പുറത്ത് കിട്ടിയത്. ഏതായാലും ആടിൻ്റെ ബോഡി ഇവിടെയായിരുന്നു കിടന്നത്. നമുക്കിവിടെ കാൽപ്പാടുകൾ എന്തായാലും ഇന്ന് ക്യാമറയിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ തള്ളയാടിനെയാണ് പിടിച്ചോണ്ട് പോയത്. ഞാൻ ഈ 3 കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുമായിരുന്നു? അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഇരുമ്പൂട് വെക്കാനുള്ള പൈസയെങ്കിലും ഗവൺമെന്റ് തന്നേ പറ്റുള്ളൂ. അല്ലാതെ കൊണ്ട് 10,000 2,000 കിട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ ഇതിന് തൊട്ട് മുകളിൽ കോറി ക്രഷർ ഇവിടെ ക്രഷർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ അത് പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ അതിന്റെ അതിന് ലൈസൻസും കാര്യങ്ങളൊന്നും ഉള്ളതല്ല. അത് എല്ലാം പിന്നെ അനധികൃതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കോറയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി പ്രവർത്തിച്ചതാണ് ഇത്രയും കാലം. ഇപ്പൊ അത് നിന്നു പോയിട്ടുണ്ട്. അവരെടുത്തിട്ട ഒരു 100 ഏക്കർ സ്ഥലത്തോളം ഇപ്പൊ വനമായി കിടക്കുക. അതുകൊണ്ട് അതിനകത്ത് വന്ന് കൂടുന്ന കാട്ടുമൃഗങ്ങളൊന്നും എല്ലാം സുരക്ഷിതരാണ് അവർ. അത് ഇങ്ങനെ വനത്തേക്കാളും വലിയ വനമാണ്. എന്ന് വെച്ചാൽ കുറ്റിക്കാടുകളായി, വൻവൃക്ഷങ്ങളില്ല, ചെറുകാടുകൾ പിടിച്ച് വലിയ ഇതായിട്ട് കിടക്കുന്നതുകൊണ്ട് അവർക്ക് മൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥ നല്ല, അതിനകത്ത് ജീവിക്കാൻ നല്ല സുഖമാണ്. അവർ പോകില്ല വന്നാൽ. അപ്പോൾ അതിന് ഭക്ഷണം അവിടെ ഇല്ലല്ലോ. നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് വീടുകളിലുള്ള വളർത്തുമൃഗങ്ങളെ ഇങ്ങനെ പിടിക്കുന്നു. ഇപ്പോൾ ഈ ഒരു 2 മാസത്തിനിടയ്ക്ക് എത്ര രൂപ മുതലാണ് ഇപ്പോൾ ഓരോരുത്തരുടെ പിടിച്ചുകൊണ്ട് വിറ്റുന്നിരിക്കുന്നത്. ഇത് മനുഷ്യനെ പിടിക്കാൻ നാളെ ഇതിപ്പം മൃഗങ്ങളില്ലെങ്കിൽ കൊച്ചു പിള്ളേരെ കണ്ടാൽ എടുത്തുകൊണ്ട് പോയെന്ന് പറയാൻ പറ്റുമോ? മനുഷ്യനെ പിടിക്കുമല്ലോ. ഇവർക്ക് ഭക്ഷണം അവരെ സംബന്ധിച്ചിടത്തോളം 4 കാലിയൊന്നും 1 കാലിയൊന്നും ഒന്നുമില്ല. അവർക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിനെ വളർത്തി വിട്ട ആളുകളാണ് ചിന്തിക്കേണ്ടത്. അത് എങ്ങനെയാണ് അവർക്ക് അവരെ എങ്ങനെ പോറ്റാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കണം. നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവർ ചിന്തിക്കണം. അല്ല നിയമസഭയിൽ ഇരുന്നൊരു കാര്യം പാസ്സാക്കി
പിന്നെ കൺസുലേറ്റർ അവിടുത്തെ പാസ്സാക്കി ഇതെല്ലാം ഓർഡിനൻസ് ആക്കി ഇങ്ങോട്ട് വിട്ടാൽ പോരാ. ഇതിന് ബാക്കി കാര്യങ്ങൾ കൂടി അവർ ചെയ്യണം, ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. അത്രേ ഉള്ളൂ. നമുക്ക് ആടിൻ്റെ രോമവും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാം. ഇവിടെ പറമ്പിലൊരു ക്യാമറയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ വഴിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ചുറ്റുപാടും എല്ലായിടത്തും വീടുകളുള്ള പ്രദേശമാണ്. ഈ അടുത്തൊന്നും ഫോറസ്റ്റൊന്നും ഇല്ലല്ലോ? ഫോറസ്റ്റൊക്കെ അങ്ങ് മുകളിലല്ലേ? ഫോറസ്റ്റ് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അല്ലേ? ഈ കോറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ കോറി ഇപ്പോൾ നിർത്തലാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഈ പൊയ്യമല പ്രദേശത്തുള്ള ആളുകൾ പല പ്രാവശ്യം നമ്മൾ പറയുന്നത്, നമ്മൾ പല വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പറഞ്ഞു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചെറിയവരെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. പിടിച്ചു വെക്കണമെങ്കിൽ വലിയ മേലാളന്മാരെ മാത്രം ഏതായാലും ആ ഒരു വീട്ടിലെ ആടിനെയാണ് കഴിഞ്ഞ ദിവസം പുലിയെന്ന് തോന്നിക്കുന്ന ജീവി പിടിച്ചത്. ഏതായാലും എന്ത് ജീവിയാണെന്നുള്ളത് ഇന്നത്തെ രാവിലെ അവർ ക്യാമറ ചെക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. പുലി തന്നെയാണ് എന്നുള്ളതാണ് ഇവരെല്ലാവരും പറഞ്ഞത്. കാരണം ഈ പല പ്രദേശത്തും പുലിയുടെയും കടുവയുടെയും ഒക്കെ സാന്നിധ്യം പലതവണ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും ക്യാമറ വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ ക്യാമറ കിട്ടുമായിരിക്കും. ഇപ്പം ഇതുപോലെ തന്നെ ഈ പൊയ്യമല പ്രദേശത്ത് ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള സംഭവമല്ല, പല തവണ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. നിരവധി ആളുകളുടെ പല മൃഗങ്ങളെ, പട്ടിയടക്കമുള്ള നിരവധി മൃഗങ്ങളെ പിടിച്ചിട്ടുമുണ്ട്. പലതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഏതായാലും വളരെ ഭീതിയിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത്. പ്രത്യേകിച്ച് ഒരു കോറി, കുട്ടിയൂർ മെറ്റൽസ് എന്നൊക്കെ പേരുള്ള ഒരു കോറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവരൊത്തിരി സ്ഥലം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോറി പൂട്ടി പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവരെടുത്തിട്ട പ്രദേശങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ കാട് പിടിച്ച് വലിയ വനത്തിനെക്കാട്ടും ഭീകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവിധ ജീവികൾക്കും അവിടെ സുഖമായിട്ട് താമസിക്കാനുള്ള അവസരമുണ്ട്. അതെല്ലാം സമയാസമയങ്ങളിൽ ഇറങ്ങി ആളുകളുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് പൊയ്യമല പ്രദേശത്തുള്ള ജനങ്ങളുള്ളത്. ഇപ്പോൾ ഈ ആടുകളെ ആണെങ്കിൽ പോലും കഴിഞ്ഞ രാത്രി അവർ വീടിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള ആടുകളെ പിടിക്കാതിരുന്നത്. അപ്പോൾ ഏതായാലും രാവിലെ ഞാൻ ആ ഒരു വീഡിയോ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇന്ന് ക്യാമറ കൊണ്ടുപോയി ചെക്ക് ചെയ്തതിന് ശേഷം അത് കൃത്യമായിട്ട് എന്ത് ജീവിയാണെന്ന് തിരിച്ചറിയും എന്നുള്ളത് ഇതൊക്കെയാണല്ലോ. ഏതായാലും ക്യാമറ അത് ചെക്ക് ചെയ്തു. ഒരു 11 മണിയോടുകൂടി ആ ഒരു ക്യാമറയിൽ പതിഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. അതൊരു പട്ടിയാണ്. വളരെ അത്ഭുതം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പട്ടി ഇത്തരത്തിലൊരു ആടിനെ ഇത്ര ക്രൂരമായി കടിച്ച് കൊന്ന് തിന്നുമോ എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയമായിരിക്കണം. ഏതായാലും പട്ടി ആടിനെ എടുത്തുകൊണ്ട് പോകുന്ന രംഗങ്ങൾ ഇപ്പോൾ വനംവകുപ്പിന് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു ആശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ് ആ പ്രദേശവാസികൾക്ക് പ്രത്യേകിച്ച്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് 100% ആശങ്ക ഒഴിയാനായിട്ടും പറ്റില്ല. കാരണം പുലിയും കടുവയൊക്കെ സമീപ പ്രദേശങ്ങളിലൊക്കെ പല പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ കാണുന്നതും അതുപോലെ തന്നെ കരച്ചിൽ കേൾക്കുന്നതും ഒക്കെ ഉണ്ട്. അതും ഇവിടെ തന്നെയുള്ള കാര്യമാണ്. ഏതായാലും വളരെ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ ഒരു പട്ടിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് ഇനി ഒരു നഷ്ടപരിഹാരം പോലും കിട്ടാത്ത സാഹചര്യമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. പുലിയാണെങ്കിൽ ഒരു പക്ഷേ അവർക്കൊരു നഷ്ടപരിഹാരമെങ്കിലും കിട്ടിപ്പോയാൽ. ഏതായാലും വളരെ ദാരുണമായ സംഭവമായി പോയി. ഇത്തരത്തിൽ പട്ടിയൊക്കെ ചെയ്യുമെന്നുള്ളത് പുതിയൊരു അറിവും കൂടെയാണ് കേട്ടോ. അപ്പോൾ തുടക്കം മുതലേ ഇതൊരു പുലിയാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത് എങ്കിൽ പോലും ഇപ്പോൾ അത് പട്ടിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു പട്ടിയെയാണ് പുലിയായിട്ട് എല്ലാവരും തെറ്റിദ്ധരിച്ചത്. ഏതായാലും ഇപ്പോൾ പട്ടി ഒരു പുലിയായി മാറിയിരിക്കുകയാണ്. അതായത് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.